ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി. വേറെ ഒരു വർക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. ഇവർ നമുക്ക് സൈങ്ങ ബോണസായിട്ട് 500 രൂപ തരുന്നുണ്ട്. ആ ഒരു 500 രൂപ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡെയിലി 20 രൂപ വെച്ചിട്ട് ഫ്രീ ആയിട്ട് ഒരു വർക്കും ചെയ്യാതെ ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി ഈ ഒരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ലൂട്ട് ഓഫേഴ്സ്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓഫേഴ്സൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ഇടുക. അങ്ങനെ ഇടണം എന്നാൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ഇടുക. പിന്നെ നമ്മൾ ഡെയിലി ഒരു വീഡിയോ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഓഫേഴ്സൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടെലഗ്രാം ചാനലിലാണ്. ആ ടെലഗ്രാം ചാനലിലും കൂടി ഒന്ന് ജോയിൻ ചെയ്തിരിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം പറഞ്ഞ് ലാഗടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട്. ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഏറ്റവും ടോപ്പിലായിട്ട് റെഫറൽ കോഡാണ് ഉണ്ടാവുക. ആ ഒരു റെഫറൽ കോഡ് ഓട്ടോമാറ്റിക്കലി അവിടെ ഫില്ലായിട്ട് കിടക്കുന്നുണ്ടാവും. ഇവിടെ ആയിട്ട് ആ ഒരു റെഫറൽ കോഡ് അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നെ റെഫറൽ കോഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുക. അവിടെ ഓട്ടോമാറ്റിക്കലി സാധാരണ വരുന്നതാണ്. അപ്പോൾ ഒരു റെഫറൽ കോഡ് അവിടെ കൊടുക്കുക. അതിൻ്റെ ശേഷം നിങ്ങളുടെ ഒരു യൂസർ നെയിം കൊടുക്കുക. അതിൻ്റെ ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഗെറ്റ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP മെസ്സേജ് ആ നമ്പറിലേക്ക് വരും. അതിവിടെ എൻ്റർ ചെയ്യുക. പിന്നെ പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. വെബ്സൈറ്റ് ആയിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഗോ ടു ലോഗിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക്, ഈ ഒരു വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അവിടെ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ആ പാസ്വേഡും അവിടെ എൻ്റർ ചെയ്യാം. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലോഗിൻ സക്സസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ലോഗിനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ കിട്ടുന്ന ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ ഒരു ന്യൂസ് ലെറ്ററും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ ജസ്റ്റ് വായിച്ച് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മെയിൻ ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സൈൻ അപ്പ് ബോണസായിട്ട് വരെ 500 രൂപ സൈൻ അപ്പ് ബോണസായിട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സൈൻ അപ്പ് ബോണസ് ഇവിടെ കിട്ടിയതുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഇതുകൊണ്ട് നമ്മളൊരു പ്രോസസ്സ് ചെയ്യാനുണ്ട് ഈ ഒരു സൈൻ അപ്പ് ബോണസ് വെച്ചിട്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു 500 രൂപ വെച്ചിട്ട് നമുക്ക് ഡെയിലി 20 രൂപ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരു സെക്ഷൻ, ഹോം സെക്ഷൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ. അതിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പാക്കേജസ് കാണാം. ഇതിൽ കാണുന്ന ഫസ്റ്റ് പാക്കേജ് നമുക്ക് ഫ്രീ ആയിട്ട് ബൈ ചെയ്യാൻ പറ്റും ഈ ഒരു 500 രൂപ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഇവിടെ കാണുന്ന ഏറ്റവും ഫസ്റ്റിൽ കാണുന്ന ബൈ എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബൈ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പാക്കേജസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ താഴെയുള്ളൊരു പാക്കേജ് ഉണ്ട്, അഥവാ 1000 രൂപയാണ്. ഇതിൽ നമ്മൾ 1000 രൂപ കൊടുത്തിട്ട് ഈ ഒരു പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 82 രൂപ ഡെയിലി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള പാക്കേജ് 3000 രൂപ, അഥവാ 3000 രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി കിട്ടുന്നത് 252 രൂപയാണ്. ഇങ്ങനെ ഓരോ ഏണിങ്സ് ആയിരിക്കും നമുക്ക് ഓരോ പാക്കേജസ് എടുക്കുമ്പോഴും കിട്ടുക. അതൊന്നും ഞാൻ ആരെയും നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. അതൊക്കെ സ്വന്തം റിസ്കിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ. ഇവിടെ സൈൻ ഇൻ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി 2 രൂപ വെച്ചിട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പവർ ബാങ്ക് ബൈ ചെയ്തതിന് 18 രൂപയും കിട്ടും. ഡെയിലി ഈ ഒരു സൈൻ ഇൻ ചെയ്യുന്നതിലൂടെ നമുക്ക് 2 രൂപയും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സൈൻ ഇൻ ചെയ്തപ്പോൾ 2 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെയിലി ഇൻകമായിട്ട് നമ്മൾ ആ ഒരു പവർ ബാങ്ക് ആ ഒരു ഇത് ബൈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 18 രൂപയും കിട്ടും. ഇനി അടുത്തൊരു വലിയ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സെക്ഷനാണ് ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെഫറൽ കോഡ് ഉണ്ട്, റെഫറൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് കോപ്പി ചെയ്യാം, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം. അവരിതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള, ചെറിയ രീതിയിലൊന്നല്ല വലിയ രീതിയിലുള്ള കമ്മീഷൻ തന്നെ നമുക്കിതിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലെങ്ങനെയാണ് ഇതിലുള്ള സെക്ഷനോടെ കാണിക്കുന്നുണ്ട്. 500 രൂപയാണ് നമുക്ക് ഇവർ തന്നിട്ടുള്ളത്. 180 ഡേയ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 670% നമുക്കിതിൽ നിന്ന് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലുള്ള അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഇത് വരാനിരിക്കുന്ന സെക്ഷനാണ്. ഇത് നമുക്കിപ്പോൾ കിട്ടുന്നില്ല. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കസ്റ്റമർ കെയറിനൊക്കെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സെക്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ടെലഗ്രാമിലും അതുപോലെ ഇവിടെ കസ്റ്റമർ കെയർ എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ വാട്സപ്പിലും അതുപോലെ തന്നെ ടെലഗ്രാമിലൂടെയൊക്കെ നമുക്ക് ഇതിൻ്റെ കസ്റ്റമർ കെയറിനൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. മറ്റ് ഡീറ്റെയിൽസൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റോപ്പ് ആവുന്നവരെ അവരോട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് വരുന്നത് ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്തെങ്കിലും എമൗണ്ട് റീചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ റീചാർജ് പറഞ്ഞ ഐക്കൺ ഉണ്ട്. അതിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ക്ലിക്ക് ചെയ്യാം. എത്ര എമൗണ്ട് ആണോ നിങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യാം. അതിൻ്റെ ശേഷം അവിടെ പേ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ UPI വഴി അഥവാ നിങ്ങളുടെ ഓൺലൈൻ സർവീസ് ഏതാണുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് റീചാർജ് ചെയ്യാം. റീചാർജ് ചെയ്താൽ മാത്രം പോരാ, നേരെ ഇവിടെ വരണം. എന്നിട്ട് ഏതാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡെയിലി ഇൻകം കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ 500 രൂപേൻ്റെ പർച്ചേസ് ചെയ്തല്ലോ ഫ്രീ ആയിട്ടുള്ള, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡെയിലി കിട്ടുന്നത് ഓരോ മണിക്കൂറിലും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഡെയിലി കിട്ടുന്നത് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പവർ ബാങ്ക് പർച്ചേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ മണിക്കൂറിലും കിട്ടുന്നത് 0.78 രൂപയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത് 18 രൂപയാണ്. പിന്നെ ഡെയിലി ചെക്കിനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 രൂപ ഡെയിലി കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്കിതിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിഡ്രോ എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ന്യൂസ് ലെറ്റർ വരും, അത് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അവിടെ 500 രൂപയാണ് മിനിമം വിഡ്രോയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ രാവിലെ 9 മണി ടു 6 മണി വരെയാണ് വിഡ്രോ ടൈം. ശനിയും ഞായറും വിഡ്രോ എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 500 രൂപയായി കഴിയുമ്പോൾ ഇവിടെ INR എന്നുള്ളിടത്ത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 500 രൂപ എന്ന് എൻ്റർ ചെയ്യാം. അതിൻ്റെ താഴെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. IFSC കോഡ് അക്കൗണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 24 ഹവറിനുള്ളിൽ ആ ഒരു എമൗണ്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ബാക്കി ഡീറ്റെയിൽസിനായിട്ട് നിങ്ങളുടെ ഈ ഒരു കസ്റ്റമർ കെയറിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ആരും മിസ് ചെയ്യരുത്. അവർ ഫ്രീ ആയിട്ട് തരുന്നതാണ് 500 രൂപ. അത് വെച്ച് നമുക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. റെഫർ ചെയ്തിട്ടും അതുപോലെ തന്നെ പവർ ബാങ്ക് ബൈ ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണലുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ഇടുക. നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടി ജോയിൻ ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം ക്ഷമിച്ച് സഹിച്ച് കണ്ട എല്ലാവർക്കും താങ്ക് യു.